വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വൈദേശികാധിപത്യത്തിൽ നിന്നും 1947 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്ന്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രമല്ല, ഏതൊരു ജീവജാലവുമാണെങ്കിലും മറ്റൊരാളുടെ കീഴിൽ, മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ കഴിയുക എന്നത് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തെയാണ്. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകൾ വ്യത്യസ്ത വൈദേശിക ശക്തികളുടെ നിയന്ത്രണത്തിൽ പാരതന്ത്ര്യത്തിൻ്റെ കഴുപ്പുനീർ കുടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അവർക്കെതിരെ ഒരു പറ്റം രാജ്യസ്നേഹികൾ നയിച്ച ധർമ്മസമരത്തിൻ്റെ വിജയം ആഘോഷിക്കുകയാണ് നമ്മളിന്ന്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് ധീരദേശാഭിമാനികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യ ഗേറ്റിൽ കൊത്തിവെക്കപ്പെട്ടത് 95,300ഓളം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച സമരസേനാനികളെ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മുസ്ലിമുകളുണ്ട്, ഹൈന്ദവരുണ്ട്, സിഖുകാരുണ്ട്, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൈതൃകമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മതവും ദേശവും ഭാഷയുമൊക്കെ മറന്ന് മനുഷ്യൻ എന്ന ഒരു സന്ദേശത്തിലൂടെ ഒറ്റക്കെട്ടായി പോരാടിയതിൻ്റെ പ്രതിഫലമാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം. വർത്തമാനകാല ഇന്ത്യയിൽ പരസ്പരം കണ്ടുകൂടായ്മയും പരസ്പരം വിദ്വേഷങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം പ്രതിജ്ഞയെടുക്കേണ്ടത് നമ്മുടെ ഭാരതത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് നാം സൗഹൃദത്തോടെ ജീവിക്കണം എന്നത് തന്നെയാണ്. നമ്മുടെ ഈ CMI സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് മഹല്ല് പ്രസിഡന്റ് ടി മുഹമ്മദ് ദാരിമി ഉസ്താദ് അവറുകളാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധി PA ബഷീർ സാഹിബ് അവറുകളാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മോട് സംസാരിക്കുന്നത് അബ്ദുറഹ്മാൻ സാർ, അതുപോലെ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ഫിറോസ് അലി സാർ. നമുക്ക് ഗാനം ആലപിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുഞ്ഞങ്കാക്ക, അതുപോലെ സംഗമിച്ച മുഴുവൻ ആളുകളെയും, വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി 5ാമത് ജന്മദിനത്തിലാണ്, സ്വാതന്ത്ര്യദിനത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷങ്ങളായി. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, വൈദേശികാധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പൂർവികരായ നമ്മുടെ മഹത്തുക്കളായ പിതാക്കന്മാർ ഒന്നിച്ച് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധ മതത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് പോരാടി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം
മേടിച്ചു തന്നു എന്നതാണ് സത്യം. അതിനുവേണ്ടി ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകി മനുഷ്യരെ തമ്മിലടുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനും വിജയത്തിനും വേണ്ടി ശ്രമിക്കുന്ന ദാരുണമായ കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ സഹിച്ച ത്യാഗങ്ങളും സ്വാതന്ത്ര്യ സമരരംഗത്ത് അവരുടെ പ്രവർത്തന മേഖലകൾ ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ അവിടുത്തെ സ്വാതന്ത്ര്യ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം. ബഹുമാനപ്പെട്ട മഹാത്മജി ഉപ്പു സത്യാഗ്രഹം തുടങ്ങുന്നതിൻ്റെ മുന്നേ കേരളത്തിൽ ഉമർ ഖാദിയുടെ പേരിൽ ഉമർ ഖാദി തങ്ങളെ ബ്രിട്ടീഷിൻ്റെ പട്ടാളം അറസ്റ്റ് ചെയ്യപ്പെട്ട ചരിത്രം നമുക്കൊക്കെ അറിയാം. ചാവക്കാട് ജയിലിൽ ഉമർ ഖാദി അടക്കപ്പെട്ടു. അങ്ങനെ ധാരാളം സമര നേതാക്കൾ ത്യാഗങ്ങൾ സഹിച്ചു. ബഹുമാനപ്പെട്ട വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദാച്ചി ഇന്ന് മലപ്പുറത്ത് MSP ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുകയാണ്. ഇപ്പോൾ ആ ഗ്രൗണ്ടിൽ വെച്ചാണ് വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ബ്രിട്ടീഷുകാരെ വെടിവെച്ച് കൊന്നത്. തെറ്റ് ചെയ്തിട്ടല്ല, സ്വന്തം ജനിച്ച രാജ്യത്തിന് വേണ്ടി പോരാടി എന്നതിൻ്റെ പേരിൽ. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു ലഘുലേഖ മമ്പുറം തങ്ങൾ ഇറക്കിയതായേക്കാം. ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ ഒരുമിച്ച് നിർത്തി ബ്രിട്ടീഷ് ആധിപത്യത്തോട് സമരം ചെയ്യുന്നതിൻ്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ട് സൈഫുൽ ബത്താർ എന്ന ലഘുലേഖ ബഹുമാനപ്പെട്ടവർ പ്രസിദ്ധീകരിക്കുകയും അതിനെതിരെ ബ്രിട്ടീഷുകാർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാണാം. നേരിട്ട് മമ്പുറം തങ്ങൾ നേരിട്ട് നയിച്ച സമരയുദ്ധമാണ് ചെറൂർ പട. ചെറൂർ ശുഹദാക്കൾ എന്നറിയപ്പെടുന്ന ആ മഹാന്മാർ ഈ രംഗത്ത് സഹിച്ച ത്യാഗം ചെറുതല്ല. ആ യുദ്ധത്തിൽ മമ്പുറം തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളതാണ്. അതിന് പരിഹാരം വീട്ടാനും മമ്പുറം തങ്ങളെ നേതൃത്വത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്ന് പോരടിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് മമ്പുറം തങ്ങളാണെന്ന് മനസ്സിലാക്കി മമ്പുറം തങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് വിഷയങ്ങൾ വ്യതിചലിച്ചു പോകുന്നതിന് വേണ്ടി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു മുട്ടിച്ചിറ എന്ന് നടന്ന സംഭവം. മുട്ടിച്ചിറ ശുഹദാക്കൾ എന്ന് പറയുന്ന ചൊവ്വാൻ നമ്മുടെ നേർച്ച നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. മുട്ടിച്ചിറ യുദ്ധം ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു. ഇതിന് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമര ചരിത്രത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഈ വലിയ മഹത്തുക്കളൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ, നാം ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ ചാരത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ. ഞാൻ അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹം അവിടെ കിടക്കുന്നു. അദ്ദേഹം ബ്രിട്ടീഷിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഗർജിച്ചു, എന്റെ രാജ്യം ഇന്ത്യ,
ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. സ്വതന്ത്രമില്ലാത്തൊരു രാജ്യത്ത് കിടന്ന് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരുന്നില്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭൂമിയിൽ എനിക്ക് കിടക്കാൻ, എന്നെ മറമാടപ്പെടാൻ 6 അടി മണ്ണ് അനുവദിക്കണമെന്ന് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ജോക്കർ മുഹമ്മദ് അലി ജോക്കർ അള്ളാഹു അദ്ദേഹത്തിൻ്റെ അത്യാഭിലാഷം ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലല്ല ഉള്ളത്, സ്വതന്ത്ര ഭൂമിയാണ് അന്ന് പലസ്തീൻ. അവിടെ ബൈത്തുൽ ചാരത്താണ് ദർശനം കൊടുക്കുന്നത്. ഇങ്ങനെ ധാരാളം മഹാന്മാർ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പൂക്കോട്ടൂരിൽ വെച്ച് വൈദേശികാധിപത്യത്തിനെതിരെ നടന്ന വളരെ ശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഷഹീദായ ശുഹദാക്കളുടെ ഖബർ പൂക്കോട്ടൂരിൽ നമുക്ക് ഇന്ന് സംരക്ഷിക്കപ്പെട്ടതായി കാണാം. പക്ഷെ അവിടെ ഖേദകരമായ ഒരു വസ്തുത, ആ ഖബറിടം സംരക്ഷിക്കാൻ പോലും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അടുത്ത കാലത്താണ് മഅദിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇതൊക്കെ കെട്ടി വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം മഹാന്മാർ ഈ സമരരംഗത്ത് ആലിമുസ്ലിയാരെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കൊന്നാര തങ്ങന്മാർ ഇന്നും എരവണ്ണപ്പാറയിൽ നിന്നുള്ള കൊന്നാര എന്ന പ്രദേശത്ത് ഇന്ന് നോക്കിയാൽ ആ കൊന്നാര ജുമാഅത്ത് പള്ളി ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ പുതുക്കി പണിത പള്ളിയുടെ മുന്നിൽ അതിൻ്റെ ഡോറ് പരിശോധിച്ച് നോക്കിയാൽ അന്ന് ബ്രിട്ടീഷുകാർ അപ്പുറത്ത് നിന്ന് പുഴയുടെ അപ്പുറത്ത് നിന്ന് പള്ളി ആക്രമിക്കാൻ വേണ്ടി വെടിവെച്ചത്, ആ വെടിയുടെ തുളച്ചു കയറിയത് ഇപ്പോഴും കാണാൻ കഴിയും. അതുപോലെ ധാരാളം തിരൂരങ്ങാടി ജമാഅത്ത് പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായി. ആലിമുസ്ലിയാർ പിടിക്കാൻ വേണ്ടി, ആലിമുസ്ലിയാരെ കൊല ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടി പള്ളി വളയുകയും പള്ളിക്ക് നേരെ നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ധാരാളം ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും മരണങ്ങളും സഹിച്ചുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഈ സമയത്ത് ഈ മഹാന്മാരെയൊക്കെ ഇവിടെ വെച്ച് ഓർത്തുകൊണ്ട് CMI ഇംഗ്ലീഷ് സ്കൂൾ നടത്തപ്പെടുന്ന ഈ വലിയ സംരംഭം സ്വാതന്ത്ര്യദിന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് പൂർണ്ണമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഈ രാഷ്ട്രത്തിലുള്ള പൗരന്മാർക്ക് അല്ലാഹു അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് പദവിയായ വിദ്യാർത്ഥികൾ, വളരെ സന്തോഷകരമായ ഒരു സ്വാതന്ത്ര്യദിനം കൂടെ മുന്നിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനമാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ എല്ലാ തലങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രീതിയിലും ആഘോഷപൂർവ്വം സ്വാതന്ത്ര്യമില്ലാത്ത മണ്ണിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യധികം സാഹസികമാണ്. ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ദുരിതമാണ് അഫ്ഗാന്റെ മണ്ണിൽ നിന്ന് ആ രാജ്യത്ത് ജനിച്ച് ജീവിച്ചു വളർന്ന ലക്ഷങ്ങളാണ് ആ മണ്ണിൽ ജീവിക്കാൻ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു രാജ്യത്തിന്റെ മറ്റൊരു ചിത്രമാണ്. ഇറാഖ് നമുക്കറിയാം, ആ രാജ്യത്തെ ഭരണാധികാരികളെ പുറത്താക്കിക്കൊണ്ട് സദ്ദാം ഹുസൈനെ തൂക്കിലെത്തിക്കൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ പിടിച്ചടക്കിയപ്പോൾ ആ രാജ്യത്തെ
കോടിക്കണക്കിന് മനുഷ്യരാണ് ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുകയോ അവിടെ കൊല്ലപ്പെടുകയോ അതല്ല എങ്കിൽ നരക ജീവിതം നയിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഈ രാജ്യത്തുള്ളവർക്ക് സ്വതന്ത്രമായിട്ടോ നടക്കാനോ തൊഴിൽ ചെയ്യാനോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനോ കഴിയാതെ ബ്രിട്ടീഷുകാരന്റെ അടിമയായിക്കൊണ്ട് നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകൾ കഴിഞ്ഞുകൂടിയ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചെടുത്ത നമ്മുടെ പൂർവികരെ നമ്മൾ എന്തുകൊണ്ടും അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും മഹാനായ മമ്പറം കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളും അങ്ങനെ തുടങ്ങിയ ഒരുപാട് നീണ്ട നിര. ഗാന്ധിജി ഇന്ത്യയിൽ ഏറ്റവും വലിയ നേതൃത്വം നൽകിയ സമരമായിരുന്നു നികുതി നിഷേധ പ്രസ്ഥാനം. ആ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് ഗാന്ധിജി തുടക്കം കുറിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ആ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയ ആളായിരുന്നു മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ. മഹാനവറുകള് ആ ശക്തമായ നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ അവസാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ വലിയ സമരങ്ങൾ നടന്നത് ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പക്ഷേ അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു തന്ത്രം രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കുക എന്നുള്ളതാണ്. അത് എല്ലായിടത്തും എല്ലാ തലങ്ങളിലും നമ്മൾ കണ്ടുപഠിക്കുന്നു. ചില സ്ഥലത്ത് മനുഷ്യരെ ജാതിയുടെ പേരിലാണെങ്കിലും മറ്റു ചില സ്ഥലങ്ങളിൽ മനുഷ്യരെ വർണ്ണത്തിന്റെ പേരായിരിക്കും. ഇന്ത്യയിൽ ഇത് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെ പേരിലായിരുന്നു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയതായിട്ട് സ്വതന്ത്ര ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നേതൃത്വം നൽകിയ സമര നേതാക്കളെയൊക്കെ വർഗീയമായി ചിത്രീകരിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് അവസാനം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആ സ്വതന്ത്രത്തിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാരൻ ചെയ്ത ഏറ്റവും കൊടുത്ത വഞ്ചനയായിരുന്നു ഇന്ത്യയുടെ ഒരു ചെറിയ പ്രദേശം എന്ന് പറഞ്ഞത് പാകിസ്ഥാനിലെ ഒരു മതത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യം കൊടുത്തത്. ചരിത്രത്തിൽ ഇന്നുവരെ നീതീകരിക്കാൻ കഴിയാത്ത അത്യധികം നീചമായ നികൃഷ്ടമായ ഒരു സംവിധാനമായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നത്. അതിന്റെ മുറിവുകൾ ഇന്നുവരെ ഇന്ത്യയിൽ ഉണങ്ങി തീർന്നിട്ട എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വസ്തുത തന്നെയാണ്. 75 വർഷം മുന്നിട്ട ഇന്ത്യയുടെ ഇന്നത്തെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോഴും ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത് മതത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ തന്നെയാണ്. ഇനിയും ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചുകൊണ്ട് അധികാരം പിടിച്ചടക്കാൻ വരുന്ന പുതിയ മനുഷ്യവിഭാഗങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ മതത്തിന്റെ പേരിലുള്ള വിഭാഗീയതയ്ക്ക് വേണ്ടി ആക്കം കൂട്ടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ രാജ്യത്തുള്ള ഓരോ ജനവിഭാഗങ്ങളും ജാഗ്രത പാലിക്കേണ്ട സമയമാണ് മുമ്പിലുള്ളത്. 75ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലും ഇനിയും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വസ്തുതയാണ് രാജ്യത്തെ പുതിയ സാഹചര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ രാജ്യം എല്ലാവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ രാജ്യം ഇന്ത്യ രാജ്യം എന്ന രീതിയിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത നമ്മുടെ മുൻ പറഞ്ഞ സ്വാതന്ത്ര്യ നേതാക്കൾ വിഭാവനം ചെയ്ത ആ സംവിധാനത്തോടു കൂടി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് സന്തോഷമുള്ള സ്വാതന്ത്ര്യ ദിനങ്ങൾ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സന്തോഷവും സ്നേഹവും സമാധാനവും ആശംസിച്ചുകൊണ്ട് CMI ഇംഗ്ലീഷ് സ്കൂളിന്റെ ഈ സ്വാതന്ത്ര്യ ദിന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മോട് നമ്മുടെ സ്കൂളിന്റെ കൺവീനർ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് സംസാരിക്കുന്നു. ആദരവും ക്ഷണിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസീർ ഉസ്താദ്, നമ്മുടെ പ്രിൻസിപ്പൽ, മാനേജർ, അതുപോലെ തന്നെ കുഞ്ഞാക്കാക്ക, കുഞ്ഞാപ്പൂവൻ്റെ ടീച്ചേഴ്സ്, നമ്മളിന്ന് 75ാം സ്വാതന്ത്ര്യ ദിനത്തിലാണ്. വളരെ സന്തോഷകരമായ ഒരു ഒത്തുകൂടലല്ലേ. കാരണം കോവിഡ് മഹാമാരിയിൽ അമർന്ന രാജ്യം ഇതുപോലുള്ള സൃഷ്ടിച്ച സദസ്സുകളിലൂടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വതന്ത്ര ചിന്തകൾ, ഇപ്പോഴുള്ള സ്വതന്ത്ര ചിന്തകൾ പല രീതിയിലാണ്. നമുക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളും, നമ്മൾ സ്വതന്ത്രരാണോ എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്ന പുതുതലമുറയും, അതാണ് ഇപ്പൊ ഇന്ത്യയുടെ ഒരു അവസ്ഥ. ഏതായാലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്വാതന്ത്ര്യം എന്താണെന്ന് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യം എന്താണ്? അവർക്കിപ്പോ ഇന്ത്യക്കുള്ള സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി എന്നതിനപ്പുറം എന്താണ് കിട്ടിയത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. നമ്മള് ഒരു 25-30 വർഷം മുൻപ് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ, ഫെസിലിറ്റീസ് നമുക്കില്ലായിരുന്നു. അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളന്ന് ഫോണില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു രീതി ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സ്വാതന്ത്ര്യം. എന്താണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, എനിക്ക് എന്താ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, എനിക്ക് ലൈസൻസ് ഉണ്ട്, വണ്ടിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെയും റോഡിലൂടെ വണ്ടി ഓട്ടുക എന്നൊക്കെ പറഞ്ഞിരുന്നു. കേട്ടിട്ടുണ്ടോ? വണ്ടി ഓട്ടുക നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ലൈസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും എന്തിനാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതോടുകൂടി നമുക്ക് എങ്ങനെയാണ്. പക്ഷെ അതിനും എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പോകാൻ പാടില്ല. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ സംഭവിക്കുക? ആക്സിഡന്റ് ആവും. 100% ആക്സിഡന്റ് ആവും. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അൺലിമിറ്റഡ് എന്നൊരു വാക്ക് ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിലും അൺലിമിറ്റഡ് എന്നൊരു സംഭവം ഇല്ല. നമ്മള് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തിനും അൺലിമിറ്റഡ് എന്ന സംഭവം ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. ഡിക്ഷണറിയിൽ മാത്രം ഒതുങ്ങുന്ന വാക്കാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. ഹോട്ടലുകാർ പറയാന്ന് വിചാരിച്ചിട്ട് നല്ലോണം കഴിക്കുന്ന ഒരു ചെമ്പ് ചോറ് പോയോ നമുക്ക് തരാം എന്നുള്ളതല്ല. അതുപോലെ തന്നെ അൺലിമിറ്റഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ, അൺലിമിറ്റഡ് വാറണ്ടി എന്നല്ല, 3 ഇയർ ആണ്, അല്ലെങ്കിൽ 5 ഇയർ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് വാറണ്ടി ഇല്ല. 10 ഇയർ ആണ്, 10 ഇയർ എന്നാണ് പറയുക. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ. അങ്ങനെയാണ് ശരിക്കും കമ്പനിയൊക്കെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, റെസ്ട്രിക്ഷൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ കീപ്പ് ചെയ്തു. ഫാമിലി, നമ്മളൊരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലി സെറ്റപ്പിൽ പോകുന്നെങ്കിൽ നമ്മൾ എന്ത് വേണം? ആ ഒരു ഡെക്കോറെ കീപ്പ് ചെയ്തു. അതായത് നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ചോദിച്ചാൽ നമ്മൾ എല്ലാ ഫാമിലിയിലും ചെന്നിട്ട് നമ്മൾ ആ ഫാമിലി മെമ്പർ ആളുടെ ശ്രമം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ അടുത്ത് വരരുത് എന്നുള്ളതാണ് നമ്മൾ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും പ്രതിജ്ഞ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആർക്കും പ്രയാസങ്ങളില്ല. നമ്മൾ മാക്സിമം സ്വാതന്ത്ര്യം അനുഭവിക്കുക, അതുകൊണ്ട് മറ്റുള്ളവരെ അനുഭവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ പ്ലഡ്ജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കും. നമ്മുടെ ഫിറോസ് സാർ Happy Independence Day to all. Respected and honorable President of our
Independence Day. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതും ചിന്തകൾ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയും ആ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഗാനമാണ് ഒരുപാട് സ്വതന്ത്ര ദിനത്തെക്കുറിച്ച് കാര്യങ്ങൾ ഇവിടെ ഇതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഗാനം ആലപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യം നട്ടുവളർത്തിയ നാട്, കരയും കടലും കളിത്തോഴന്മാർ ഒരുമ്മി നിൽക്കും നാട്, ഒരുമയിൽ വാഴും നാട്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യം നട്ടുവളർത്തിയ നാട്, കരയും കടലും കളിത്തോഴന്മാർ ഒരുമ്മി നിൽക്കും നാട്, ഒരുമയിൽ വാഴും നാട്. മതങ്ങൾ ഭാഷകൾ നിരവധി അങ്ങനെ കവിത രചിക്കും നാട്, മതങ്ങൾ ഭാഷകൾ നിരവധി അങ്ങനെ കവിത രചിക്കും നാട്, കലകൾ ഉതിർക്കും നാട്. ഗാന്ധിജി ടിപ്പു നെഹ്റു ഝാൻസി ജന്മം നൽകിയ നാട്, ഗാന്ധിജി ടിപ്പു നെഹ്റു ഝാൻസി ജന്മം നൽകിയ നാട്, സംയോജിച്ചൊരു നാട്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യം നട്ടുവളർത്തിയ നാട്, കരയും കടലും കളിത്തോഴന്മാർ ഒരുമ്മി നിൽക്കും നാട്, ഒരുമയിൽ വാഴും നാട്. നാനാത്വത്തിൽ ഏകത്വത്താൽ കോർത്തൊരുമിക്കും നാട്, നാനാത്വത്തിൽ ഏകത്വത്താൽ കോർത്തൊരുമിക്കും നാട്. സഹോദര്യം കൈമുതലാക്കി മാതൃകയാണീ നാട്, സഹോദര്യം കൈമുതലാക്കി മാതൃകയാണീ നാട്, മാതൃകയാണീ നാട്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യം നട്ടുവളർത്തിയ നാട്, കരയും കടലും കളിത്തോഴന്മാർ ഒരുമ്മി നിൽക്കും നാട്, ഒരുമയിൽ വാഴും നാട്. സത്യസമത്വം സ്വാതന്ത്ര്യത്തിൽ പടുത്തുയർത്തിയ നാട്, സത്യസമത്വം സ്വാതന്ത്ര്യത്തിൽ പടുത്തുയർത്തിയ നാട്. മഹാരഥന്മാർ വിഭാവനത്തിൽ തളിർത്തതാണീ നാട്, മഹാരഥന്മാർ വിഭാവനത്തിൽ തളിർത്തതാണീ നാട്, ഭാരതമെന്നൊരു നാട്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യം നട്ടുവളർത്തിയ നാട്, കരയും കടലും കളിത്തോഴന്മാർ ഒരുമ്മി നിൽക്കും നാട്, ഒരുമയിൽ വാഴും നാട്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യം നട്ടുവളർത്തിയ നാട്, കരയും കടലും കളിത്തോഴന്മാർ ഒരുമ്മി നിൽക്കും നാട്, ഒരുമയിൽ വാഴും നാട്, ഒരുമയിൽ വാഴും നാട്. ഹലോ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ദാരിം ഉസ്താദ്, ബഷീർ ഉസ്താദ്, ബിച്ചാപ്പു, അതുപോലെ പ്രിൻസിപ്പൽ സാർ, മാനേജർ ഉസ്താദ് കുഞ്ഞങ്കാക്ക, മമ്മ സാർ, അതുപോലെ ടീച്ചേഴ്സ്, മറ്റു ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് 75ാം സ്വാതന്ത്ര്യദിന ആശംസ നേരുകയാണ്.
അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ലിങ്കിൽ കയറി കുട്ടികളെ കൊണ്ട് ഈ സ്റ്റഡി ക്ലാസ്സിൽ ഈ പരിപാടി വീക്ഷിച്ച എല്ലാ സ്റ്റുഡൻസിനും അതുപോലെ പാരൻസിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.